ടോഷ്മാസ് കിച്ചൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ക്രിസ്മസ് സീസൺ ആണല്ലോ. ക്രിസ്മസ് സീസണിൽ നമ്മൾ കൂടുതലായിട്ട് കേക്ക്സും അതുപോലെ ഡെസേർട്ട്സും ഒക്കെ കൂടുതലായിട്ട് ഉണ്ടാക്കുന്ന ഒരു സമയമാണ്. അപ്പം നമുക്ക് വീടുകളിൽ ഒത്തിരി കണ്ടൻസ് മിൽക്കിൻ്റെ ആവശ്യം വരും. അപ്പം ഞാൻ ഇന്ന് തയ്യാറാക്കി കാണിക്കുന്നത് ഒരു ഹോം മെയ്ഡ് കണ്ടൻസ് മിൽക്കിൻ്റെ റെസിപ്പിയാണ്. ഈ കണ്ടൻസ് മിൽക്ക് തയ്യാറാക്കാനായിട്ട് ആകെ 4 ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ. ഇത് തയ്യാറാക്കാനായിട്ട് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണം നമുക്ക് നോക്കാം. 1 കപ്പ് പാൽപ്പൊടി വേണം. അതുപോലെ ഇത് മെൽറ്റഡ് ബട്ടറാണ്, അത് ഒരു 60 ഗ്രാം വേണം. പിന്നെ പഞ്ചസാര പൊടിച്ചത് 1/2 കപ്പ്, അതുപോലെ ചൂടുവെള്ളം 1/2 കപ്പ്. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് ഈ ഹോം മെയ്ഡ് കണ്ടൻസ് മിൽക്ക് തയ്യാറാക്കാനായിട്ട് ആവശ്യമുള്ളത്. ഇനി നമുക്കൊരു ബ്ലെൻഡറിലേക്ക് നമ്മൾ ഇത് 1 കപ്പ് മിൽക്ക് പൗഡർ എടുത്ത് വെച്ചേക്കുന്നതാണ്, ഇത് ചേർക്കണം. ഇനി ഇതിലേക്ക് പഞ്ചസാര പൊടിച്ചത് 1/2 കപ്പാണ്, ഇതും ചേർത്ത് കൊടുക്കാം. ഇനി ഇത് മെൽറ്റഡ് ബട്ടറാണ്. മെൽറ്റഡ് ബട്ടർ 4 ടേബിൾ സ്പൂൺ, അതായത് 60 ഗ്രാം, ഇതും ചേർക്കാം. ഇതിലേക്ക് ചൂടുവെള്ളം, ഇത് 1/2 കപ്പ് ചൂടുവെള്ളമാണ്, ഇതും ചേർക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇതെല്ലാം കൂടി ഒരുമിച്ച് വെച്ചിട്ട് നമുക്ക് ഈ ബ്ലെൻഡറിൽ വെച്ച് ഒന്ന് ബ്ലെൻഡ് ചെയ്യാം. ഇത് നമ്മൾ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തു. നമുക്കിനി ഇത് തുറക്കാം. നമ്മൾ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തു. അപ്പോൾ നമ്മുടെ ഹോം മെയ്ഡ് കണ്ടൻസ് മിൽക്ക് റെഡി ആയിട്ടുണ്ട്. ആകെ 4 ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഇതിന്. നമുക്കിനി ഇതൊരു കണ്ടെയ്നറിലോട്ട് പകർത്താം. ഇത് കണ്ടോ, നല്ല തിക്കായിട്ടുള്ള നല്ല ക്രീമി ആയിട്ടുള്ള ഹോം മെയ്ഡ് കണ്ടൻസ് മിൽക്ക് റെഡി ആയിട്ടുണ്ട്. നമ്മളിന്ന് തയ്യാറാക്കിയത് 4 ഇൻഗ്രീഡിയൻസ് മാത്രം ആവശ്യമുള്ള ഒരു ഹോം മെയ്ഡ് കണ്ടൻസ് മിൽക്കാണ്. നമ്മൾ ഈ ക്രിസ്മസ് സീസണിൽ നമുക്ക് ഒത്തിരി കണ്ടൻസ് മിൽക്കിൻ്റെയൊക്കെ ആവശ്യം വരും. നമ്മൾ ഡെസേർട്ട്സും അതുപോലെ തന്നെ കേക്ക്സും ഒക്കെ ബേക്ക് ചെയ്യുമ്പോൾ എളുപ്പം നമുക്ക് ഇപ്പോൾ വീട്ടിൽ കണ്ടൻസ് മിൽക്ക് ഇല്ലെങ്കിൽ നമുക്ക് കടയിലോട്ട് ഓടേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം. മറ്റൊരു നല്ല റെസിപ്പിയുമായി അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഇറ്റ്സ് മീ ടോഷ്മ സൈനിങ് ഓഫ്.